ഹോസിയ അധ്യായം 6. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോടെന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോടെന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലെയാദ്. അവിടെ രക്തമൊഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു. ശെഖമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിൻ്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുമ്പോൾ, യൂദാ, നിനക്കും ഞാനൊരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഹോസിയ അധ്യായം 7. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ്രായിമിൻ്റെ അഴിമതിയും സമറിയയുടെ അകൃത്യങ്ങളും വെളിപ്പെടും. അവർ വ്യാജമായി പെരുമാറുന്നു. കള്ളനകത്ത് കിടക്കുന്നു, കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ കൺമുമ്പിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു, വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും. അവർ വ്യഭിചാരികളാണ്. ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണ് അവർ. മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ. നമ്മുടെ രാജാവിൻ്റെ ഉത്സവദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിൻ്റെ ലഹരിയിൽ ദഹിച്ചു. നിന്ദകരുമായി അവൻ കൈകോർത്ത് പിടിച്ചു. ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചുള പോലെ ജ്വലിക്കുന്നു. രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു. പ്രഭാതമാകുമ്പോൾ അത് ആളിക്കത്തുന്നു. അവർ അടുപ്പ് പോലെ ചുട്ടുപഴുത്തിരിക്കുന്നു. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു. അവരുടെ രാജാക്കന്മാർ നിലംപതിച്ചു. അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് എഫ്രായിം. പരദേശികൾ അവൻ്റെ ശക്തി കാർന്നു തിന്നുന്നു. അവനതറിയുന്നില്ല. അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനത് അറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവിന് തുല്യമാണ് എഫ്രായിം. അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു. അസീറിയയിൽ അഭയം തേടുന്നു. അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വലവീശും. വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും.
അവർ വഴിതെറ്റി എന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തു. അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു, എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. അവർ എന്നെ ധിക്കരിക്കുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്. എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. അവർ ചതിക്കുന്ന വില്ലുപോലെയാണ്. അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔദ്ധത്യം നിമിത്തം വാളിനിരയാകും. ഈജിപ്തിൽ അവർ ഇതിനാൽ പരിഹാസ വിഷയമാകും. ഹോസിയ അധ്യായം 8. കാഹളം അധരങ്ങളോടടുപ്പിക്കുക. കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു, എൻ്റെ നിയമം അനുസരിച്ചില്ല. അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു, എൻ്റെ ദൈവമേ, ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങേ അറിയാം. ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, ശത്രു അവരെ അനുധാവനം ചെയ്യും. അവർ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എൻ്റെ ആഗ്രഹമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്. എൻ്റെ അറിവ് കൂടാതെയാണ്. തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. അത് അവരെ നാശത്തിലെത്തിച്ചു. സമറിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും? അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്, അത് ദൈവമല്ല. സമറിയയുടെ കാളക്കുട്ടിയെ കഷണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു. കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതയെപ്പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു. എഫ്രായിം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചുകൂട്ടും. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും. എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു. അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും, അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. യൂദ സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എന്നാൽ അവൻ്റെ നഗരങ്ങളിന്മേൽ ഞാൻ അഗ്നി അയക്കും, അത് അവൻ്റെ ശക്തിദുർഗങ്ങൾ വിഴുങ്ങിക്കളയും. ഹോസിയ അധ്യായം 9. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളെപ്പോലെ ആഹ്ലാദിക്കേണ്ട. നീ നിന്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിൽ ഏർപ്പെട്ടു. എല്ലാ മെതിക്കളത്തിലും നീ വേശ്യാവേദനം അഭിലഷിച്ചു. മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല, അവർക്ക് പുതുവീഞ്ഞ് ലഭിക്കുകയില്ല. അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല. എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും.
അസീറിയയിൽ വെച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും. അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല. തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല. അവരുടെ ആഹാരം വിലാപകരുടേതുപോലെ ആയിരിക്കും. അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും. അവരുടെ ആഹാരം വിശപ്പടക്കാൻ മാത്രമേ ഉണ്ടാവൂ. അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല. നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും? നാശത്തിൽ നിന്ന് അവർ ഓടി അകലുന്നു. ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും. മെംഫിസ് അവരെ സംസ്കരിക്കും. അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടിത്തുക കരസ്ഥമാക്കും. അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അതനുഭവിച്ചറിയും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി. ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എങ്കിലും അവൻ്റെ വഴികളിൽ കെണി വച്ചിരിക്കുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു. ഗിബെയായിലെ ദിനങ്ങളിലെന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു. അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. എന്നാൽ ബാൽപെയോറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിനെ പ്രതിഷ്ഠിച്ചു. അവർ സ്നേഹിച്ച വസ്തുവിനെപ്പോലെ അവരും മ്ലേച്ഛരായി തീർന്നു. എഫ്രായിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല. അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും. ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം. എഫ്രായിമിൻ്റെ സന്തതികളെ ശത്രുക്കൾക്കിരയാകാൻ ഒഴിഞ്ഞുവെക്കപ്പെട്ടവരായി ഞാൻ കാണുന്നു. എഫ്രായിമിന് തൻ്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും. കർത്താവെ, അവർക്ക് കൊടുക്കുക. അങ്ങെന്തു കൊടുക്കും? അവർ കലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു. അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. അവരുടെ പ്രഭുക്കന്മാർ ധിക്കാരികളാണ്. എഫ്രായിമിന് മുറിവേറ്റു. അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി. അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല. അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആ അരുമസന്താനങ്ങളെ ഞാൻ വധിക്കും. എൻ്റെ ദൈവം അവരെ പുറന്തള്ളും. കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല. അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞുതിരിയും. ഹോസിയ അധ്യായം 10. സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവൻ എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥഭാഷണം നടത്തുന്നു. പൊള്ളവാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. ഒഴിവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തിവരുന്നു. ബഥാവനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമറിയ നിവാസികൾ ഭയചകിതരാകും. അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിലപിക്കും.
വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വമോർത്ത് പൊട്ടിക്കരയും. മഹാരാജാവിന് പാരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും. എഫ്രായിം നിന്നാപാത്രമാകും. ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും. വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമറിയ രാജാവ് ഒലിച്ചുപോകും. ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഗിബെയായിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു. അവിടെ അത് തുടർന്നു. ഗിബെയായിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ? തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും. തങ്ങളുടെ ഇരുതിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രായിം. ഞാൻ അവരുടെ അഴകുള്ള കഴുത്തിൽ നുകം വച്ചില്ല. എന്നാൽ ഞാൻ എഫ്രായിമിന് നുകം വയ്ക്കും. യൂദാ നിലം ഒഴുകണം, യാക്കോബ് കട്ട ഉടയ്ക്കണം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശു നിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുതു, അനീതി കൊയ്തെടുത്തു. വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത്. അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവമുയരും. ഷാൽമാൻ ബഥാർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ചു കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിലെന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും. Chapter 6. In their affliction they shall look for me. Come, let us return to the Lord, for it is He who has rent, but He will heal us. He has struck us, but He will bind our wounds. He will revive us after 2 days. On the 3rd day He will raise us up to live in His presence. Let us strive to know the Lord, as certain as the dawn is His coming, and His judgment shines forth like the light of day. He will come to us like the rain, like spring rain that waters the earth. What can I do with you, Ephraim? What can I do with you, Judah? Your piety is like a morning cloud, like the dew that early passes away. For this reason I smote them through the prophets, I slew them by the words of my mouth. For it is love that I desire, not sacrifice, and knowledge of God rather than holocausts. But they and their land violated the covenant. There they were untrue to me. Gilead is a city of evildoers, tracked with blood. As brigands ambush a man, a band of priests slay on the way to Shechem, committing monstrous crime. In the house of Israel I have seen a horrible thing. There harlotry is found in Ephraim. Israel is defiled. For you also, O Judah, a harvest has been appointed. Chapter 7. When I would bring about the restoration of my people, when I would heal Israel, the guilt of Ephraim stands out, the wickedness of Samaria. They practice falsehood, thieves break in, bandits plunder abroad. Yet they do not remind themselves that I remember all their wickedness. Even now their crimes surround them, present to my sight. In their wickedness they regale the king, the princes too with their deceits. They are all kindled to wrath like a blazing oven, whose fire the baker desists from stirring once the dough is kneaded until it has risen. On the day of our king, the princes are overcome with the heat of wine. He extends his hand among dissemblers. The plotters approach with hearts like ovens. All the night their anger sleeps. In the morning it flares like a blazing fire. They are all heated like ovens and consume their rulers.
All their kings have fallen. None of them calls upon me. Ephraim mingles with the nations. Ephraim is a hearth cake unturned. Strangers have sapped his strength, but he takes no notice of it. Of gray hairs, too, there is a sprinkling, but he takes no notice of it. The arrogance of Israel bears witness against him, yet they do not return to the Lord their God, nor seek him for all that. Ephraim is like a dove, silly and senseless. They call upon Egypt, they go to Assyria. Even as they go, I will spread my net around them. Like birds in the air I will bring them down. In an instant I will send them captive from their land. Woe to them! They have strayed from me. Ruin to them! They have sinned against me. Though I wished to redeem them, they spoke lies against me. They have not cried to me from their hearts when they wailed upon their beds. For wheat and wine they lacerated themselves while they rebelled against me. Though I trained and strengthened their arms, yet they devised evil against me. They have again become useless, like a treacherous bow. Their princes shall fall by the sword because of the insolence of their tongues. Thus they shall be mocked in the land of Egypt. Chapter 8. A trumpet to your lips, you who watch over the house of the Lord, since they have violated my covenant and sinned against my law, while to me they cry out, O God of Israel, we know you. The men of Israel have thrown away what is good. The enemy shall pursue them. They made kings, but not by my authority. They established princes, but without my approval. With their silver and gold they made idols for themselves, to their own destruction. Cast away your calf, O Samaria, my wrath is kindled against them. How long will they be unable to attain innocence in Israel? The work of an artisan, no God at all, destined for the flames, such is the calf of Samaria. When they sow the wind, they shall reap the whirlwind. The stalk of grain that forms no ear can yield no flour. Even if it could, strangers would swallow it. Israel is swallowed up. He is now among the nations a thing of no value. They went up to Assyria, a wild ass off on its own. Ephraim bargained for lovers. Even though they bargain with the nations, I will now gather an army. King and princes shall shortly succumb under the burden. When Ephraim made many altars to expiate sin, his altars became occasions of sin. Though I write for him my many ordinances, they are considered as a stranger's. Though they offer sacrifice, immolate flesh, and eat it, the Lord is not pleased with them. He shall still remember their guilt and punish their sins. They shall return to Egypt. Israel has forgotten his Maker and built palaces. Judah too has fortified many cities, but I will send fire upon his cities to devour their castles. Chapter 9. Rejoice not, O Israel, exult not like the nations, for you have been unfaithful to your God, loving a harlot's hire upon every threshing floor. Threshing floor and winepress shall not nourish them, the new wine shall fail them. They shall not dwell in the Lord's land. Ephraim shall return to Egypt, and in Assyria they shall eat unclean food. They shall not pour libations of wine to the Lord, or proffer their sacrifices before him. Theirs will be like mourner's bread, that makes unclean all who eat of it. Such food as they have shall be for themselves, it cannot enter the house of the Lord. What will you do on the festival day, the day of the Lord's feast? When they go from the ruins, Egypt shall gather them in, Memphis shall bury them. Weeds shall overgrow their silver treasures, and thorns invade their tents. They have come, the days of punishment, they have come, the days of recompense. Let Israel know it. The prophet is a fool, the man of the Spirit is mad. Because your iniquity is great, great too is your hostility. A prophet is Ephraim's watchman with God, yet a fowler's snare is on all his ways, hostility in the house of his God. They have sunk to the depths of corruption as in the days of Gibeah. He shall remember their iniquity and punish their sins. Like grapes in the desert I found Israel.
Like the first fruits of the fig tree in its prime, I considered your fathers. When they came to Baal Peor, and consecrated themselves to the shame, they became as abhorrent as the thing they loved. The glory of Ephraim flies away like a bird, no birth, no carrying in the womb, no conception. Were they to bear children, I would slay the darlings of their womb. Even though they bring up their children, I will make them childless, till not one is left. Woe to them when I turn away from them. Ephraim, as I saw, was like Tyre, planted in a beauteous spot. But Ephraim shall bring out his children to the slayer. Give them, O Lord, give them what? Give them an unfruitful womb and dry breasts. All their wickedness is in Gilgal. Yes, there they incurred my hatred. Because of their wicked deeds I will drive them out of my house. I will love them no longer. All their princes are rebels. Ephraim is stricken, their root is dried up, they shall bear no fruit. My God will disown them because they have not listened to him. They shall be wanderers among the nations. Chapter 10. Israel is a luxuriant vine whose fruit matches its growth. The more abundant his fruit, the more altars he built. The more productive his land, the more sacred pillars he set up. Their heart is false. Now they pay for their guilt. God shall break down their altars and destroy their sacred pillars. If they would say, We have no king, since they do not fear the Lord, what can the king do for them? Nothing but make promises, swear false oaths, and make alliances, while justice grows wild like wormwood in a plowed field. The inhabitants of Samaria fear for the calf of Bethaven. The people mourn for it, and its priests wail over it, because the glory has departed from it. It too shall be carried to Assyria as an offering to the great king. Ephraim shall be taken into captivity, Israel be shamed by his schemes. The king of Samaria shall disappear like foam upon the waters. The high places of Avon shall be destroyed. The sin of Israel, thorns and thistles shall overgrow their altars. Then they shall cry out to the mountains, Cover us, and to the hills, Fall upon us. Since the days of Gibeah you have sinned, O Israel. There they took their stand. War was not to reach them in Gibeah. Against the wanton people I came, and I chastised them. I gathered troops against them when I chastised them for their 2 crimes. Ephraim was a trained heifer, willing to thresh. I myself laid a yoke upon her fair neck. Ephraim was to be harnessed, Judah was to plow. Jacob was to break his furrows. Sow for yourselves justice, reap the fruit of piety. Break up for yourselves a new field, for it is time to seek the Lord, till he come and rain down justice upon you. But you have cultivated wickedness, reaped perversity, and eaten the fruit of falsehood. Because you have trusted in your chariots and in your many warriors, turmoil shall break out among your tribes, and all your fortresses shall be ravaged, as Salmon ravaged Beth Arbel in time of war, smashing mothers and their children. So shall it be done to you, Bethel, because of your utter wickedness. At dawn the king of Israel shall perish utterly.